നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തപ്പി നടന്ന ഒരു ചാർജിങ് സോക്കറ്റ് എവിടെയാണെന്നുള്ളത് ഇവിടെ നിന്ന് തൊട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് തൊട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ആ ഒരു എൻഡ് ഒരു ലാർജ് സ്ക്രീനാണ്. ഈവൻ കോ ഡ്രൈവർക്ക് വരെ ഒരു സ്ക്രീൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടു ബി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ലൈക്ക് ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദി യൂട്യൂബ് കിഡ്സ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം, സൺ നെക്സ്റ്റ്. ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. 150 ലിറ്ററിൻ്റെ ഹെവി ഫ്രണ്ട് സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. 1400 വാട്ടിൻ്റെ 16 സ്പീക്കറാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. XUV 700 കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടും 25 മില്ലിമീറ്റർ വീൽ ബേസ് കൂടുതലാണ് ഈ ഒരു വാഹനത്തിലൂടെ. കഴിഞ്ഞ B60 വീഡിയോ ആണ് ഞാൻ പ്ലേ ചെയ്ത്. ഇൻഫിനിറ്റി റൂഫിൻ്റെ ആ ഒരു വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ. ഒന്ന് 59 കിലോ വാട്ട് ഹവറിൻ്റെ ബാറ്ററി പാക്കും, രണ്ടാമത്തത് 79 കിലോ വാട്ട് ഹവറിൻ്റെ ബാറ്ററി പാക്കും. ഹലോ, നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ മഹീന്ദ്രയുടെ ഇലക്ട്രിക് ഫ്ലാഗ്ഷിപ്പ് മോഡലായ BE60 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഇറങ്ങിയ മറ്റൊരു വാഹനമാണ് XEV90. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് XEV90 ആണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ലെറ്റ്സ് റോൾ ഇൻ. മഹീന്ദ്രയുടെ XUV 700 ഒരു ഇലക്ട്രിക് വേർഷൻ തന്നെയാണ് ഈ ഒരു XEV9e എന്ന് പറയുന്നത്. അന്ന് XUV 700 ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ നോക്കുമ്പോഴും ഏകദേശം അവിടെ ഇവിടേക്ക് ആയിട്ട് കുറച്ച് സിമിലാരിറ്റി തോന്നുമെങ്കിലും പക്ഷേ ഇതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ന്യൂ സ്റ്റൈൽ തന്നെയാണ് ഈ ഒരു ഇലക്ട്രിക് ആയിട്ടുള്ള 9e വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമാണ്, ന്യൂ പ്ലാറ്റ്ഫോമാണ് ഇതും. അതുപോലെ തന്നെ നമ്മളെ BE60 വന്നിരിക്കുന്നത് ഇംഗ്ലോ എന്ന് പറയുന്ന ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരാം. ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ കാണാം ഇലക്ട്രിക്കിൻ്റെ പുതിയ മഹീന്ദ്രയുടെ ലോഗോ കാണാം. ആ ഒരു ഇൻഫിനിറ്റി പോലത്തെ ലോഗോ, അതും ഒരു ഇലുമിനേറ്റഡ് ലോഗോ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്ക് ബോണറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഈ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ ആ ഒരു എവിടേക്കോ ഒരു XUV 700 സൂചിപ്പിക്കുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം ഒരു കണക്റ്റഡ് ആയിട്ടുള്ള DRL ഡേ ടൈം റണ്ണിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തൊട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് തൊട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ആ ഒരു എൻഡിലാണ് അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് DRLും ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ യൂണിറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഹൈ ബീം, ലോ ബീം ഒക്കെ വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. പിന്നെ നമുക്ക് സെൻട്രൽ ലൈറ്റ് നോക്കാം. ഈ ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടാണ്. ആസ് യൂഷ്വൽ ലൈക്ക് ഇലക്ട്രിക്കിൻ്റെ പോലെ തന്നെ ആ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. സെൻട്രൽ ലൈറ്റ് നമുക്ക് 360 ക്യാമറ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ADAS ലെവൽ 2+ ആണ്. അതായത് ADAS ലെവൽ 2നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറാണ് ADAS ലെവൽ 2+ എന്ന് വന്നിരിക്കുന്നത്. അത് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. സൈഡ് പ്രൊഫൈലിലേക്ക് കയറാം. സൈഡ് പ്രൊഫൈൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഏരിയ പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ BE60 കണ്ട സെയിം പാറ്റേണും കാര്യങ്ങളൊക്കെയാണ്. ടയേഴ്സ് നോക്കുകയാണെങ്കിലും 19 ഇഞ്ചിൻ്റെ പ്രൊഫൈൽ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ വന്നിരിക്കുന്നത് 245/55 ആണ് ഇതിൻ്റെ പ്രൊഫൈൽ വന്നിരിക്കുന്നത്. ടയേഴ്സിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും ഒരു എയറോ ഡൈനാമിക് ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ടയറും പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാം 3 എന്നുള്ളൊരു സ്കാനർ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേരിയൻസിൻ്റെ ബേസിലാണ്. അപ്പോൾ ഇത് ബാറ്ററിയുടെ ബേസിലാണ്. പാക്ക് 1 ഉണ്ട്, പാക്ക് 2 ഉണ്ട്, പാക്ക് 3 ഉണ്ട്. അപ്പോൾ ഇത് 3 പാക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ടോപ്പ് എൻഡിൽ വരുന്നത് നമ്മൾ 3 പാക്ക് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെയാണ് ഈ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ORVM വന്നിരിക്കുന്നതും ബോഡി കളേർഡും അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ നല്ലൊരു ORVM പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്യാമറ 360യുടെ ക്യാമറ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് തന്നെയാണ്. BE60ലും സെയിം തന്നെയാണ്. ഈ ഒരു ഏരിയ ഈ ഒരു പാറ്റേൺ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഇവിടെയൊക്കെ വന്നിരിക്കുന്ന ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. റിയറിലേക്ക് വന്നിരിക്കുന്ന ഡോറ് നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ. 90 ഡിഗ്രി ഓപ്പണിംഗ് നമുക്ക് ഇതിലും അവൈലബിൾ തന്നെയാണ്. 4 ഡോറും നമുക്ക് 90 ഡിഗ്രി ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ പോസിബിൾ തന്നെയാണ്. ഈ ഒരു ഡൗണിൽ ഈ താഴത്തെ ഏരിയ മൊത്തം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ഇംഗ്ലോൻ്റെ ഇലക്ട്രിക് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തന്നെ അതിൻ്റെ വീഡിയോൻ്റെ മുകളിൽ കൊടുക്കാം, നേരെ കയറി കണ്ടോളുക. നമ്മൾ BE60 പറഞ്ഞ ഓൾമോസ്റ്റ് സിമിലർ കാര്യങ്ങളൊന്നും നമ്മൾ വീണ്ടും എടുത്ത് പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് കോർണർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ റിയറിലേക്ക് വരാം. റിയർ പ്രൊഫൈലിലേക്ക് വരാം. നമുക്കിവിടെ കാണാം ഒരു സ്പോയിലർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. BE60 കണ്ടത്തെ ഒരു ഡ്യുവൽ ടൈപ്പ് സ്പോയിലർ അല്ല, ഇതൊരു നോർമൽ ടൈപ്പ് സ്പോയിലറാണ്. പക്ഷേ പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ഷാർപ്പ് ഫീൻ ആൻറ്റിന കാണാം. നമുക്ക് റിയർ തന്നെ വൈപ്പർ കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്തിട്ടില്ല. ഒരു കൂപ്പേ ഡിസൈൻ, സ്ലോപ്പി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. വൈപ്പറിൻ്റെ ആവശ്യം വരുന്നുമില്ല. ഡിഫോക്കർ ലൈൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്യാമറ യൂണിറ്റ്, റിയറിൽ ക്യാമറ യൂണിറ്റ് കാണാം.
ഇൻഫിനിറ്റി ലോഗോ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോഗോ കാണാം. XEV90 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണാം റിയറിൽ ഒരു ടെയിൽ ലൈറ്റ്, കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊട്ട് ഇതുവരെ ഉണ്ട്. ഇത്രയും നല്ലൊരു ഡിസൈൻ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയ, ഈ ഒരു പോർഷനിലാണ്. ഇവിടെ നിന്ന് ഒട്ടിട്ട് നല്ല കണക്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷനിലാണ് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും അടിയിലേക്ക് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനിങ് അത്യാവശ്യം നല്ലൊരു അഗ്രസീവ് ലുക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തപ്പി നടന്ന ഒരു ചാർജിങ് സോക്കറ്റ് എവിടെയാണെന്നുള്ളത് B60 സൈഡിലാണെങ്കിൽ ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് റിയറിലാണ്. റിയറിൽ എവിടെയാണെന്നൊന്നും പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഈ ഒരു പോർഷനിലാണ് കേട്ടോ ചാർജിങ് യൂണിറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു ഇത് പ്രസ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ചാർജിങ് യൂണിറ്റ് ഒക്കെ ഈ ഒരു പോർഷനിലേക്ക് വന്നുകൊണ്ട് തന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിയറിൽ പ്ലേസ് ചെയ്യുമ്പോൾ റിയറിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പമ്പ് കൊണ്ടുവന്ന് ചാർജ് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആ ഒരു പ്ലേസ് നമുക്ക് പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു പ്ലേസിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫ്രണ്ട് സ്പേസ് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സ്പേസ് തന്നെയാണ്. 150 ലിറ്ററിൻ്റെ ഹെവി ഫ്രണ്ട് സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. 60 കിലോ വരെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. 60 കിലോ വരെ മാക്സിമം നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട് സ്പേസും ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഗസ്റ്റർ കൺട്രോൾ പവർ ടെയിൽഗേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിൽ. 663 ലിറ്ററിൻ്റെ വിശാലമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് സ്പെയർ വീല് കാണാം. ശരിക്കും ഇതാ അത്രയും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഹോൾഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ലാമ്പ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് യൂണിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് സീറ്റ് കാര്യങ്ങളൊക്കെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടുന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം. അല്ല, ഇവിടെ സീറ്റ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലേക്ക് ഇടാം നമുക്ക്. ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് 4789 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 1907 മില്ലിമീറ്ററാണ് വിഡ്ത്ത് വൈസ് വന്നിരിക്കുന്നത്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 1694 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റും വന്നിരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന സെയിം തന്നെയാണ്. B6ൻ്റെ സെയിം ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. 207 മില്ലിമീറ്ററാണ് ഇതിൻ്റെ GC വന്നിരിക്കുന്നത്, ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല വീൽ ബേസ് ഉള്ളൊരു വാഹനം കൂടിയാണ്. 2775 മില്ലിമീറ്ററാണ് ഇതിൻ്റെ വീൽ ബേസ് വന്നിരിക്കുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉള്ളിൽ സ്പേഷ്യസ് ആണെന്നുള്ളത്. ഈവൻ ബൂട്ട് സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വിശാലം തന്നെയാണ്. ഈ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത് നമ്മൾ മഹീന്ദ്ര XUV700 കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടും 25 മില്ലിമീറ്റർ വീൽ ബേസ് കൂടുതലാണ് ഈ ഒരു വാഹനത്തിന്. അതുപോലെ തന്നെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ XUV700 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 94 മില്ലിമീറ്റർ ലെങ്ത്തും ഈ ഒരു വാഹനത്തിന് കൂടുതലാണ്. നമ്മുടെ ഇലക്ട്രിക് വാഹനത്തിൽ തന്നെ ഫസ്റ്റ് ഡേയിൽ വന്നിട്ടുണ്ടായിരുന്ന റെക്കോർഡ് ബുക്കിംഗ് ആയിരുന്നു. 30,179 ബുക്കിംഗ് ആയിരുന്നു ഫസ്റ്റ് ഡേ വന്നിട്ടുണ്ടായിരുന്നത്, ഇൻക്ലൂഡിങ് B6യും അതുപോലെ തന്നെ 9യും. അതിൽ തന്നെ ഏകദേശം 55% ബുക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വാഹനത്തിനായിരുന്നു. 9ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. റെക്കോർഡ് ബുക്കിംഗ് തന്നെയായിരുന്നു EVൻ്റെ കാറ്റഗറിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്റീരിയറിലേക്ക് വരാം. ഇന്റീരിയറിൽ ഫസ്റ്റ് നമുക്ക് കാണിക്കാം 90 ഡിഗ്രി ഡോർ ഓപ്പണിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു ഗ്രീൻ ടെക്സ്ചർ വെച്ചിട്ടാണ്. നമ്മൾ B6 കണ്ട സെയിം ടെക്സ്ചർ തന്നെയാണ്. ഫുള്ള് ലെതർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് ആണ്, ഇത് മൊത്തം ലെതർ തന്നെയാണ് വന്നിരിക്കുന്നത്. കൺട്രോളിങ്സ് ഒക്കെ ഒരു ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു കൺട്രോളിങ്സ് ഒക്കെയാണ് ഈ ഒരു ഏരിയ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ മൊത്തം വന്നിരിക്കുന്ന ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ്. ഇവിടെ നമുക്ക് സീറ്റിൻ്റെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അതുപോലെ തന്നെ മെമ്മറി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം. അതിൻ്റെ മെമ്മറി ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ കൺട്രോളിങ് ഈ ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാം ഇവിടെ ഹർമൻ കാർഡത്തിൻ്റെ മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട്. 1400 വാട്ടിൻ്റെ 16 സ്പീക്കറാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. വിത്ത് ഡോൾബി അറ്റ്മോസ്ഫിയർ ആണ്. എക്സലൻറ്റ് പെർഫോമൻസ് ആണ്. സറൗണ്ടിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ എക്സലൻറ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നോർമൽ ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ B6 കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു ബാൻഡ് പോലത്തെ ഇങ്ങനെ വലിച്ചിട്ടായിരുന്നു തുറക്കണമെങ്കിൽ, ഇതിൽ നോർമൽ നമ്മൾ XUV700 കണ്ട ഏകദേശം ആ ഒരു പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഡാഷ്ബോർഡൊക്കെ ഒരു ഇവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റ് ഗ്രീൻ ഫിനിഷോട് കൂടിയാണ്. ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ്. ഒരു ബ്ലാക്ക് തീമോട് കൂടി പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെയാണ്. സ്പീക്കറിൻ്റെ യൂണിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് ശരിക്കും ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്, പക്ഷേ ഇത് ശരിക്കും ഹെഡ് അപ്പ് ഡിസ്പ്ലേ അല്ല, വിഷൻ എക്സ് ആണ്. നല്ലൊരു ഗ്ലൗ ബോക്സ് അവൈലബിൾ ആണ്. നമുക്കിവിടെ കാണാം
നമ്മൾ മറ്റേ പറഞ്ഞ പോലെ തന്നെ DVRൻ്റെ ആ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. DVR യൂണിറ്റ് നമുക്ക് ഡയറക്റ്റ്ലി ഇതിൽ ക്യാമറ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് സ്റ്റോർ ചെയ്യാം. സെൻട്രലായിട്ട് നമുക്ക് AC വെൻസ് ഒക്കെ കാണുന്നുണ്ട്. സ്ക്രീനിലേക്ക് വരാൻ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ ഒരു ലാർജ് സ്ക്രീനാണ്. ഈവൻ കോ ഡ്രൈവർക്ക് വരെ ഒരു സ്ക്രീൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൽ യൂട്യൂബും അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമുള്ള എല്ലാ ആപ്ലിക്കേഷൻസും റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലാർജ് സ്ക്രീനാണ്. 110 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല റെസ്പോൺസീവാണ്. ടച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസീവാണ്. ഒരുപാട് ആപ്സ് നമുക്കിതിൽ അവൈലബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും എടുത്ത് പറഞ്ഞില്ല. 360 ക്യാമറേൻ്റെ യൂണിറ്റ്, ക്യാമറ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല വൈറ്റ് കാർ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. 3D വ്യൂ കാര്യങ്ങൾ, കോർണർ വ്യൂ 3D വ്യൂ, അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ക്യാമറയ്ക്കുണ്ട്. പിന്നെ ഇതിലും ബാക്കിയുള്ള എല്ലാ ആപ്സും നമുക്ക് അവൈലബിൾ ആണ്. 360 ക്യാമറ, അലക്സ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ വയർലെസ് തന്നെയാണ്. ക്ലൈമറ്റ്, ഓട്ടോ പാർക്കിംഗ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഓട്ടോ പാർക്കിംഗ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിലും ഈ ഒരു ഫീച്ചർ നമുക്ക് അവൈലബിൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കാണാം ഡ്രൈവ് അസിസ്റ്റ്, ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. മൈ വെഹിക്കിൾസ്, ഡ്രൈവ് മോഡ്സ് കാര്യങ്ങൾ, സെൽഫി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലും അവൈലബിൾ തന്നെയാണ്. ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിലും അവൈലബിൾ ആണ്. AIൻ്റെ ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലും അവൈലബിൾ തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഒരു ഓക്കെ ലോഗോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഗ്ലാസസ് അല്ലോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടപ്പെട്ടൊരു ഫിൽറ്ററായിരുന്നു റോബോട്ടിൻ്റെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ, ഹൗ ആർ യു? ഹായ്. അപ്പോൾ റോബോട്ടിൻ്റെ ഫീച്ചർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഒരുപാട് OTT പ്ലാറ്റ്ഫോം, ഒരുപാട് ആപ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. OTT പ്ലാറ്റ്ഫോമിലുള്ള യൂട്യൂബ് കിഡ്സ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം, സൺ നെക്സ്റ്റ്, ആപ്പിൾ മ്യൂസിക്, ആമസോൺ, സോണി ലൈവ്, ഇതിലില്ലാത്തൊന്നുമില്ല. ഇത്രയും ആപ്സ് ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലെ കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലും കാണാവുന്നതാണ്. മെനു എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഫോക്കസ്, ഡ്രൈവ് അസിസ്റ്റ്, ഇതൊക്കെ നമ്മൾ മറ്റേ വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. വീണ്ടും എടുത്ത് പറയുന്നില്ല. അത് നമുക്കൊരു പാട്ട് ഐസിൽ പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഗ്രൂമി എഫക്റ്റ് കാണിച്ചു തരാം. ഈ ഒരു XCV90 ഗ്രൂമി എഫക്റ്റ് നൈസ്. ഇൻഫിനിറ്റി റൂഫ്, അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൽ കാണിച്ചു തരാം. ടെയിൽ ലൈറ്റൊക്കെ കാണിച്ചു തരാം. ടെയിൽ ലൈറ്റും അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ്, ഇതാണ് ടെയിൽ ലൈറ്റിൻ്റെ ആ ഒരു ഡിസൈൻ. ഫ്രണ്ടിലത്തെ ഗ്രൂമി എഫക്റ്റ്, ഹൈ ബീം, ലോ ബീം, DRL നൈസ്. നമ്മുടെ കഴിഞ്ഞ BE60 വീഡിയോ ആണ് ഞാൻ പ്ലേ ചെയ്ത്. അത്യാവശ്യം നല്ല സറൗണ്ടിങ്സ് ആണ് കേട്ടോ. വോളിയൊക്കെ നെക്സ്റ്റ് ലെവൽ വോളിയാണ്. എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് ഓഫ് ആക്കുമ്പോഴുള്ള ഒരു ടോണാണ്. ഇപ്പോൾ കേൾപ്പിച്ചരാ. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീൽ വന്നിരിക്കുന്നത് നോർമൽ 2 സ്പോക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. 2 സ്പോക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. ഫുള്ളി റബ്ബർ റാപ്പ് ചെയ്തിരിക്കുന്ന സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ BE60 കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സ്പോർട്ടി ടൈപ്പ് ആയിരുന്നു. അത്യാവശ്യം നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരുപാട് വണ്ടിയിലൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഈവൻ ലൈക്ക് XUV700 ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഇലിമിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ, സെൻറ്ററിൽ നമുക്ക് ലോഗോ കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കൺട്രോളിങ്സ്, ഓഡിയോ കൺട്രോളിങ്സും അതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോളിങ്സൊക്കെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റീജനറേറ്റീവിൻ്റെ പ്ലസും മൈനസാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബൂസ്റ്റ് മോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം അതിൽ നമ്മൾ BE60 എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ സംഭവങ്ങളും സെയിം, ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ്. സെൻട്രലായിട്ട് നമുക്ക് AC വെൻസ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയും വന്നിരിക്കുന്ന ഒരു മാറ്റ് ഗ്രീൻ ഫിനിഷോട് കൂടിയാണ് വന്നിരിക്കുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വന്നിരിക്കുന്നത് ഇവിടെയാണ്. മറ്റേലുണ്ടായിരുന്നത് ഇവിടെയാണ്. സെൻട്രൽ കൺസോളിലാണെങ്കിൽ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു കുഞ്ഞു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മൊത്തം നമ്മൾ ഹസാർഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ
360 ക്യാമറേൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ടച്ചാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പാസഞ്ചർ എയർ ബാഗിൻ്റെ കാര്യങ്ങളും ഒക്കെ ടച്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ടു ബി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ലൈക്ക് ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദിസ്. ലൈക്ക് എനിക്ക് ഒരു മാനുവലി ഉള്ള കൺട്രോളിങ്സ് തന്നെയാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇത് ടച്ച് ആകുമ്പോൾ. മറ്റേ ആകുമ്പോൾ നമുക്ക് ഫിസിക്കലി ഇങ്ങോട്ട് അതിൻ്റെ ഒരു കോൺടാക്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു സെൻസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അതുപോലെ സെൻസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇത് ശരിക്കും നോക്കിയിട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം ചാർജിങ് പാഡ്, വയർലെസ് ചാർജിങ് പാഡ് ഉണ്ട്, 2 ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്, 2 ചാർജിങ് യൂണിറ്റ് ഉണ്ട്, ടൈപ്പ് സി ഉണ്ട്, ഒന്ന് ഫോൺ ചാർജിങ്ങും ഉണ്ട്, പിന്നെ നോർമൽ ടൈപ്പ് സിയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ആ പ്ലേസ് ചെയ്ത ഏരിയ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം ഹിഡൻ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് ഓൺ ചെയ്തിട്ട് ചെയ്യാം. പിന്നെ സെൻട്രൽ കൺസോളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാം നല്ലൊരു അടിപൊളി ഗിയർ നോബ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു പാറ്റേൺ, ഒരു എന്താ പറയുക, ഒരു മാറ്റ് ഗ്രീന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ലെതർ ഫിനിഷോട് കൂടിയ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗിയർ നോബ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവ്, പിന്നെ നമുക്ക് ഇലക്ട്രോണിക് പാർക്ക് സിസ്റ്റവും അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺസൊക്കെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് നമ്മൾ മറ്റേൽ കണ്ട സെയിം തന്നെയാണ്. റോട്ടറി സ്വിച്ച്, ഇത് മൾട്ടി ഫംഗ്ഷനാണ്. ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുക, ഹോം ബട്ടൺ, വോളിയം, വെൻറ്റിലേഷൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, റോട്ടറിയിൽ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഇടയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നല്ലൊരു ആംറസ്റ്റ് കാര്യങ്ങൾ മൂവബിൾ ആയിട്ടുള്ള ആംറസ്റ്റാണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഹാൻഡ് പ്ലേസ് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് കീ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാം. മറ്റേലൊരു മാഗ്നറ്റിക് ആയിരുന്നു, ഇവിടെ ഒരു മാഗ്നറ്റിക് ഏരിയ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ അത് വന്നിട്ടില്ല. ഇതിൽ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് കീ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാനുള്ള ഏരിയ കൊടുത്തിരിക്കുന്നത്. ലുക്കിംഗ് ഗുഡ്. നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ IRVM കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സെൽഫീൻ്റെ ക്യാമറ യൂണിറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. SOS, അതുപോലെ തന്നെ സൺറൂഫിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളും ഈ ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത്. മൈക്കിൻ്റെ യൂണിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ മറ്റേൽ വന്നിട്ടുള്ള ഏകദേശം സെയിം തന്നെയാണ്. ഐ തിങ്ക് മിറർ ഇല്ലയെന്ന് തോന്നുന്നു. മിററില്ല. ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ മിററും ലൈറ്റും വന്നിട്ടില്ല. ഇവിടെയും സെയിം തന്നെയാണ്. അല്ല, ഇവിടെ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് മിററും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ലൈറ്റും മിററും ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു പാറ്റേൺ ഇവിടെ വന്നതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇവിടെ ചെളിയും കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പം തന്നെ ഇതാ കണ്ടില്ലേ, ഓരോരുത്തർ കൈയൊക്കെ ടച്ച് ചെയ്തിട്ടുള്ള ചെളിയും കാര്യങ്ങളൊക്കെ അവിടെ പിടിക്കുന്നുണ്ട്. അതാണ് ഒരു ഡ്രോബാക്കായിട്ട് വരുന്നത്. ഒരു ഇൻഫിനിറ്റി റൂഫ് കാണാം. അല്ല, അടിപൊളി ഇൻഫിനിറ്റി റൂഫ് കാര്യങ്ങളൊക്കെ കാണാം. സെയിം തന്നെയാണ് നമ്മൾ BE6 കണ്ട സെയിം ഇലിമിനേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കളർ പാറ്റേൺസ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ഇൻഫിനിറ്റി റൂഫ് ഇതിലും വന്നിട്ടുണ്ട്. സീറ്റായാലും സീറ്റിംഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ തന്നെയാണ്. ഇതിലിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു നല്ല കംഫർട്ടബിൾ, ഫുള്ളി ലെതറാണ് വന്നിരിക്കുന്നത്. സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലത്തെ വന്നിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോഴും 90 ഡിഗ്രി ഓപ്പണിംഗ് ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ലെഗ് റൂം ആയാലും അത്യാവശ്യം നല്ല ലെഗ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് റൂം ആയാലും അത്യാവശ്യം ഉണ്ട്. കുഴപ്പമില്ലാത്ത ഹെഡ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിലൊരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ റിയറിൽ വരുന്നുണ്ട്. നമുക്ക് BE6 ഇപ്പോൾ എന്തെങ്കിലും ഒരു ഘടകത്തിൽ, ഇപ്പോൾ BE6 നമുക്കിപ്പോൾ ഒരു ഷോപ്പി ഡിസൈനും കൊണ്ട് കുറച്ചും കൂടി ഒരു ബ്ലാക്ക് ടോണും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ചിലവർക്കൊക്കെ തോന്നും കുറച്ചും കൂടി കൺജസ്റ്റഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു 9ലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിലൊരു വൈറ്റ് ടോണും കാര്യങ്ങളൊക്കെയാണ്. സീറ്റും കാര്യങ്ങളൊക്കെ കവർ ഇട്ടുകൊണ്ടാണ് നമ്മൾ താർ റോക്സിലൊക്കെ കണ്ട സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സെൻട്രലായാലും അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സെൻട്രൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിവിടെ ആംറസ്റ്റ്, കപ്പ് ഹോൾഡേഴ്സ്, ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹെഡ് റെസ്റ്റും വന്നിട്ടുണ്ട്. സെൻട്രലിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സീറ്റ് ഇവിടെ റിക്ലൈനും കാര്യങ്ങളൊക്കെ ചെയ്യാം. റിക്ലൈൻ ചെയ്തിട്ട് അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. റിക്ലൈനിങ് ഓപ്ഷനും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 65 വാട്ടിൻ്റെ ഒരു ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐപാഡ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ഹോൾഡിംഗ് പോലെ ഒരു ഏരിയ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ട് നമുക്ക് AC വെൻറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ACൻ്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ, അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് ഫ്രണ്ടിലേക്ക് നീക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ബോസ് കൺട്രോൾ അവൈലബിൾ ആണ്. സുഖമായിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് നീക്കി ഇത്രയും ഏരിയ നമുക്ക് വിശാലമായിട്ട് ഇരിക്കാൻ പറ്റും.
ബോസ് ഫീച്ചർ ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡോർ സൈഡിൽ നമുക്ക് സൺബ്ലൈറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് സൺബ്ലൈറ്റിലൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും വന്നിട്ടുണ്ട്. അവിടെയും ഇവിടെയും സൺബ്ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അങ്ങനെ നമ്മളിതാ ഡ്രൈവിലേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ, നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് തന്നിരിക്കുന്നത് എറമോട്ടോസാണ്. കാലിക്കറ്റുള്ള ഷോറൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാലിക്കറ്റ് ഫറൂഖുള്ള ഷോറൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കോൺടാക്ട് ചെയ്തോളുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 2 വാഹനങ്ങളും B60 നമുക്ക് അവൈലബിൾ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഏത് വാഹനം വേണമെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ ചെക്ക് ചെയ്യാം, ബുക്ക് ചെയ്യാം. ബാറ്ററി പാക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് B60 സെയിം തന്നെയാണ് വരുന്നിരിക്കുന്നത്. 2 ബാറ്ററി പാക്കാണ് വന്നിരുന്നത്. ഒന്ന് 59 kWh ബാറ്ററി പാക്കും, രണ്ടാമത്തത് 79 kWh ബാറ്ററി പാക്കും. 59 kWh ബാറ്ററി പാക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് 542 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി പറയുന്നത്. ആൻഡ് 79 kWh ബാറ്ററി യൂസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് 656 കിലോമീറ്റർ റേഞ്ചാണ്. സീറ്റിൻ്റെ കംഫർട്ടും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഫുള്ളി ലെതറായിട്ടുള്ള സീറ്റ് തന്നെയാണ്. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ്. പിന്നെ നമുക്കൊരു ഒരു സീറ്റിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ പക്കൊരു SUV ഇരിക്കുന്ന ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊരു വിഷ്വലി നമുക്കൊരു വിസിബിലിറ്റി കുറച്ചും കൂടി നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ. സോ സീറ്റിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഫുള്ളി ലെതറായിട്ടുള്ളൊരു സ്റ്റിയറിങ്ങിനാണ് വന്നിരിക്കുന്നത്. 2 സ്പോക്കാണ്, ഫ്ലാറ്റ് ബോട്ടം 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. നമ്മൾ B60 കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഒരു സാധാരണ ഒരു നോർമൽ ഇപ്പോഴത്തെ ഒരു വണ്ടികളിലൊക്കെ വരുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്കും കൊള്ളാം. പിന്നെ എടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെ ഒരു ടേണിംഗ് റേഡിയസ് കാര്യങ്ങളൊക്കെ. 10 മീറ്ററാണ് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് കൊടുത്തിരിക്കുന്നത്. B60 സെയിം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ വിഷൻ എക്സിൻ്റെ ആ ഒരു വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ B60 പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷൻ എക്സിൻ്റെ വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ അതൊക്കെ സെയിം തന്നെ ഈ ഒരു വാഹനത്തിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പവർ റേഷ്യോ എന്ന് പറയുന്നത് 59 ബാറ്ററി ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പവർ എന്ന് പറയുന്നത് 170 kW പവറാണ് ഈ ഒരു വാഹനത്തിൽ. അതായത് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോപ്പ് എൻഡ് ആണ്. അപ്പോൾ 3 പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ 79 kWh ബാറ്ററി യൂസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന പവർ എന്ന് പറയുന്നത് 210 kW ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടോർക്ക് വന്നിരിക്കുന്നത് കോമൺ തന്നെയാണ്. 380 Nm ഇതിൻ്റെ ടോർക്ക് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. ആക്സിലേറ്ററൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കയറി പോകുന്നതൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ ദിസ് ഈസ് എ റിയൽ വീൽ ഡ്രൈവ് വെഹിക്കിൾ. പിന്നെ അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ DC ചാർജിങ് 20 തൊട്ട് 100% വരെ ചാർജ് ചെയ്യാൻ വെറും നമുക്ക് 20 മിനിറ്റ് മതി ഇഫ് യു ആർ യൂസിങ് 175 kW ഓഫ് ചാർജർ. അതും നല്ലൊരു ഫീച്ചറാണ്, കാരണം 20 മിനിറ്റ് കൊണ്ടൊക്കെ ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ബാറ്ററീൻ്റെ ടെക്നോളജി വന്നിരിക്കുന്നത് ബ്ലേഡാണ്. ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. BYDൻ്റെ ബാറ്ററിയാണ്. പിന്നെ അതുപോലെ തന്നെ ലൈഫ് ടൈം വാറണ്ടി കാര്യങ്ങളൊക്കെ 15 ഇയേഴ്സ് വരെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഈ ഒരു ബാറ്ററിക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. പിന്നെ അതുപോലെ തന്നെ 360ൻ്റെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, 360 ക്യാമറ. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ. നല്ല സ്മൂത്തായിട്ടുള്ളൊരു സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഡാമ്പിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇൻഫിനിറ്റി റൂഫിൻ്റെ ആ ഒരു വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ നല്ല ലാർജ് റൂഫാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വേരിയൻസ് പറയുന്നത് 5 വേരിയൻസ് വരുന്നുണ്ട്. 2 ബാറ്ററി പാക്ക്, 5 വേരിയൻസ്. അതുപോലെ തന്നെ കളേഴ്സ് ആണെങ്കിൽ ഇഷ്ടം പോലെ കളേഴ്സ്, 7 കളേഴ്സ് ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്. ബുക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 14 ബുക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് ബുക്ക് ചെയ്തോളുക. പെർഫോമൻസൊക്കെ അന്യായ പെർഫോമൻസ് തന്നെയാണ്, ഒന്നും പറയാനില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2 വാഹനത്തിൽ ഏത് വാഹനം ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. B60 ആണോ അതോ 90 ആണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം രണ്ടും നല്ല റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ തരുന്ന 2 നല്ല വാഹനം തന്നെയാണ്. പുതിയ പ്ലാറ്റ്ഫോമിലാണ് വന്നുള്ളത്. ഇനി ഇതിൻ്റെ പ്രൈസിങ് വരാം. ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ എക്സ്ഷോറൂം പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 21,90,000 മുതൽ 21,90,000 മുതൽ 30,50,000 വരെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച്. എക്സ്ഷോറൂം പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് 5 വേരിയൻസ് അവൈലബിൾ ആണ്. കളർ നോക്കുകയാണെങ്കിൽ നമ്മൾ 7 കളേഴ്സും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.